വേദനയെക്കാളും കൂടുതൽ ആലോചിച്ച് കരുന്ന ഒരു സമയമുണ്ട്. അതായത് ഇങ്ങനെ ഉമ്മൊരിക്ക ഒരു കല്യാണത്തിനോ മറ്റോ പോയ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ സമയത്ത് പെങ്ങളെന്തോ ഫോണിലോ മറ്റോ സംസാരിക്കുക, എന്തോ മുകളിലുണ്ട്, ഞാൻ വിളിച്ചിട്ടുമില്ല അങ്ങനെ. അപ്പം വന്ന സമയത്ത് വരുന്ന നോക്കുന്ന സമയത്ത് എൻ്റെ ശരീരം മൊത്തം ഉറുമ്പ് കയറി, ഫുൾ ഉറുമ്പ് കയറി, ഫുൾ എന്താ പറയുക തുളച്ചെടുക്കാന്ന്. ഞാൻ അത്രയും വേദന സഹിച്ചു. ആദ്യ കാലത്ത് ഒറ്റപ്പെട്ട ഒരു സമയം തന്നെയായിരുന്നു ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാത്തിനോടും ഒരു പൊരുത്തപ്പെട്ട് തുടങ്ങിയെന്നുള്ളതാണ്. ആദ്യം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വരെ നോക്കിയൊരു സമയം ഉണ്ടായിട്ടുണ്ട്. കിടക്കുന്ന സമയത്ത് കുറേ സമയം ഒരു 2 മണിക്കൂർ കിടക്കുന്ന സമയത്ത് വീണ്ടും ഒരാളെ എന്നെ തിരിച്ച് കിടത്തണം. അപ്പോൾ അത് എന്നെ അണിയിച്ചിരിക്കണം, പിന്നെ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകണം. അങ്ങനെ പ്രഭാത കാര്യങ്ങൾ ചെയ്തു തരണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്. എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് സ്വന്തമായിട്ട് ആത്മഹത്യയെങ്കിലും ചെയ്യാൻ പറ്റും. എന്നെ പോയി സ്വന്തമായിട്ട് ആത്മഹത്യ പോലും ചെയ്യാൻ പറ്റാത്തൊരാളാണ്. പാസ്പോർട്ട് ഉള്ളിൽ ബാത്റൂം ഇല്ല. അപ്പം ഉള്ളിലെ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് എൻ്റെ ഉമ്മ ഇങ്ങനെ എടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ആ ബാത്റൂമിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നൂലായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പുതച്ച തുണിയോ മറ്റോ നീങ്ങിയ സമയത്ത് അതായത് ഉള്ളിൽ ആളും ഉണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം എനിക്കൊരു ചെറിയൊരു വയസ്സുണ്ട് ആ സമയത്ത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അസുഖം വന്നു. ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് ഇങ്ങനെ പുറത്ത് എൻ്റെ പെങ്ങളെ കല്യാണം വേണമെന്ന് പറഞ്ഞുമ്പോൾ ഒരാൾ പറയുന്ന സമയത്ത്, അപ്പോൾ കല്യാണത്തിന് ഡിസ്കഷൻ നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ഒരാൾ ഇങ്ങനെ എനിക്കിങ്ങനെ സുഖമില്ലാത്തൊരു മോനുണ്ടാകുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് എൻ്റെ പെങ്ങൾക്ക് എങ്ങനെയാണ് ഒരാൾ വരുവാന്നൊക്കെ രീതിയിലൊരു സംഭാഷണം വന്നിട്ട് ഉമ്മ ഇങ്ങനെ കരയുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. മാറ്റുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് എനിക്ക് സൗണ്ടൊന്നും ഇല്ല. ഏകദേശം 1 മണിക്കൂർ എനിക്ക് സൗണ്ടില്ല. ശ്വാസം കിട്ടി തുടങ്ങി ചെറിയ രീതിയിൽ, പക്ഷെ സൗണ്ടില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമമായത് എനിക്ക് ആകെ സംസാരിക്കാനൊരു കഴിവാവുള്ളൂ. അതും കൂടി നഷ്ടപ്പെട്ടോ എന്ന് ഒരു പേടിച്ച് ഒരു മുഹൂർത്തമായിരുന്നു അത്. പിന്നെ അതാണ് പൊയ്ത്ത് നാറിയെ ചാവൂ എന്ന് പറയുന്നു ഒരു മെസ്സേജ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അൺഹെഡ് സ്റ്റോറീസ് വിത്ത് ആസിയ. നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു മാസം പിന്നിടുമ്പോഴേക്ക് തന്നെ നമ്മളെ ചാനലിലോട്ടേക്ക് 1K സബ് മാത്രമുള്ള സമയത്ത് നമ്മളെ ഫരീദ എന്ന് പറഞ്ഞ സർക്കോമ ക്യാൻസർ കൊണ്ട്, ഒരു അപൂർവമായ സർക്കോമ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഫരീദയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾ ആ വീഡിയോ ഏറ്റെടുത്തു. ഫരീദയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് 5,25,000-ലധികം രൂപ ഫരീദയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു കാരണമായി മാറിയിട്ടുണ്ട്. അതിന് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ അതിഥിയെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ അതിഥിനെ പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തൻ്റെ സ്വപ്നങ്ങൾ, ആകാശത്തോളം ഉയർന്ന തൻ്റെ സ്വപ്നങ്ങളെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ എൻ്റെ കൂടെ ഇന്ന് ഉള്ളത്. തൻഷാൻ കണ്ണൂർ. വെൽക്കം തൻഷാൻ. ഓക്കെ, താങ്ക് യു. തൻഷാനെ കാണണമെന്ന് ഞാൻ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ തൻഷാൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എത്ര വലിയ പ്രതിസന്ധിൻ്റെ ഇടയിലാണെങ്കിലും ഒരു മോട്ടിവേഷണൽ സ്പീക്കിംഗ്, അതാണ് തൻഷാൻ മെയിനായിട്ട് കൊണ്ടുപോകുന്നല്ലേ ചാനലിലൂടെ. അപ്പം കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരേ നാട്ടുകാരായിട്ട് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. യാദൃശ്ചികമായിട്ടിത് ഞാൻ ഇന്ന് തൻഷാനെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. തൻഷാനിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. തുടക്കത്തിൽ തന്നെ ചോദിക്കാനുള്ളത്, തൻഷാൻ്റെ കുട്ടിക്കാലം, ഈ ഒരു സിറ്റുവേഷനിലോട്ടേക്ക് തൻഷാൻ എന്നാണ് എത്തിയിട്ടുണ്ടായിരുന്നത്? ജന്മനാ ഇങ്ങനെ ആയിരുന്നോ? എൻ്റെ ഈ ഒരു അവസ്ഥ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് എൻ്റെ ഒരു 9ാമത്തെ മാസം എന്നാണ് എൻ്റെ ഉമ്മയടക്കമുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ പോളിയോ വെച്ചിട്ടും എന്നുള്ള ആ രീതിയിൽ പിന്നെ ഒരു പനി വന്നു. അതിലൂടെയാണ് ഈ രീതിയിൽ പതുക്കെ ഇങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ വന്ന്, പിന്നീട് ചലനശേഷിയും ആദ്യം ചെറിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. ആദ്യം ചെറുങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു. പിന്നീട് നല്ല അവശതയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലായി മാറിയതാണ്. ലോക്കോമോട്ടോ ഡിസബിലിറ്റി എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര് അറിയപ്പെടുന്നത്. ഈ അസുഖത്തിന് അതാണ് അറിയപ്പെടുന്നത്. ഇതിന് പ്രത്യേകതരം എന്തെങ്കിലും ചികിത്സ ഇപ്പം നിലവിൽ ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് നമുക്ക് ചികിത്സ ചെയ്ത സമയത്ത് ഇരിക്കുന്ന
വളർന്നു വരുന്ന ഒരു അസുഖ രീതി എന്നാണ് പറഞ്ഞ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഇല്ല ഇല്ല. 9ാം മാസം തൊട്ട് ആണ് ഇങ്ങനെ ആയതെന്ന് തൻഷൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പം 9 മാസം വരെ നോർമൽ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അങ്ങനെ ആയിരുന്നു. തൻഷന് സോഷ്യൽ മീഡിയയിലോട്ടേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? എപ്പോഴാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി മാറണം എന്നൊരു ആഗ്രഹം ഉണ്ടായത്? ഞാൻ തുടക്കത്തിൽ ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ നാട്ടിലുള്ള ഒരാളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുന്ന ആളാണ്. ആദ്യമൊരു ചെറിയൊരു വീഡിയോ അദ്ദേഹം എൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പം അതിനുശേഷം ഒരുപാട് ആളുകൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യുണ്ടായി. അപ്പം അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അറിയണമെന്നും പിന്നീട് എന്നെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനം ആകുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാനുള്ള കാരണം. ഈ അടുത്താണ് തൻഷാന് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ, സിൽവർ പ്ലേ ബട്ടൺ. അത് കിട്ടിയ സമയത്ത് എന്തായിരുന്നു തൻഷാന്റെ മനസ്സിലെ? കാരണം എന്ന് പറഞ്ഞാല് ഒരു 4 ചുവരിനുള്ളിൽ ഒതുങ്ങേണ്ടി വരുന്ന ഒരാള് ഇപ്പൊ ഒരുപാട് യാത്രകൾ ചെയ്യുന്നു, സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് സഫലീകരിക്കുന്നു. ആ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു ഫസ്റ്റ് വികാരം എന്ന് പറയുന്നത്? ഇല്ല, ഞാൻ ഒന്നും പ്രതീക്ഷിച്ച് തുടങ്ങില്ല. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് എല്ലാവരും യൂട്യൂബിലൊക്കെ ആദ്യം ഞാൻ ഇത് തുടങ്ങി കുറേ കാലങ്ങൾക്ക് മുമ്പേ ഒരു 6 വർഷം മുമ്പേ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നീടാണ് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിനെ കുറേ മനസ്സിലാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് 100% ഡിസബിലിറ്റി ആണ് പറയുന്നത്. അതെ അതെ. അപ്പോൾ ഈ 1% വെച്ചിട്ട് എനിക്ക് എത്രത്തോളം ഞാൻ എല്ലാ ഇതിലും പറയുന്നതാണ്. കാരണം ഈ 100%-ൽ 1% എനിക്കൊരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ആ 1% വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ആ 1% വെച്ചിട്ട് ഒരു തുടക്കാനെന്ന് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തൻഷാന് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അതെ അതെ. എന്തായിരുന്നു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതൊരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സാണ്. നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യലാണ്. അത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യുന്നു? വീട്ടിലും അതിന് ഒരുപാട് ട്രെയിനിങ്ങും പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്ത് ആ രീതിയിൽ ഒരുപാട് ടീമിനെയൊക്കെ മാനേജ് ചെയ്യണം. ഓക്കെ. അപ്പൊ അതിന് നമുക്കൊരു ബിസിനസ്സിന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ഫസ്റ്റ്? ഉണ്ടാ. അത് അങ്ങനെ ഞാൻ ആദ്യത്തെ ബിസിനസ് എന്ന് പറഞ്ഞൊരു ഞാൻ ആദ്യം ഒരു സ്ഥാപനം തുടങ്ങി നാട്ടിൽ. അത് ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊക്കെ വെച്ചിട്ട് പിന്നീട് തീരെ കച്ചവടം നടക്കാണ്ടായ സമയത്ത് ഞാൻ ആ ഷോപ്പിൽ തന്നെ പച്ചക്കറി, അനാദി അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച്. അപ്പം അതൊന്നും വെച്ചിട്ടൊന്നും അങ്ങനെ എന്തൊക്കെയോ ഞാൻ അവിടെ പൊറോട്ടയും ചിക്കൻ കറിയും ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഒരു 7 ലക്ഷത്തിനടുത്ത് കടബാധ്യത വന്നു ആ സമയത്ത്. കാരണം കുട്ടികളുടെ പ്ലേ സ്റ്റേഷൻ ഗെയിം എന്തൊക്കെ അതിനോട് ചെയ്യാൻ പറ്റും മാറ്റി പരീക്ഷണം നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷെ അത് ഫുൾ എന്താ പറയുക, ഇടിവെട്ടിയവനെ പാമ്പ് പിടിച്ചു എന്ന രീതിയിൽ മൊത്തത്തിൽ പണിയിട്ടു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് ഒരു ബിസിനസ് സെലക്ട് ചെയ്യും, അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി തുടങ്ങിയും ഇപ്പം മോട്ടിവേഷൻ സ്പീക്കറായിട്ടും മറ്റുള്ള പ്രോഗ്രാമിലും ഗസ്റ്റായിട്ടും ഒക്കെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. എന്താ പറയുക, ആദ്യമായിട്ട് നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു പൈസ നമ്മുടെ കുടുംബത്തിലോട്ടേക്ക് ഏൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. തൻഷാനെ സംബന്ധിച്ചിട്ട് പുറത്തോട്ടേക്ക് പോകാനോ ഒരു ജോലി ചെയ്യാനോ സാധിക്കില്ല എന്ന് തൻഷാന ആദ്യ സമയങ്ങളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്നും മാറിയിട്ട് സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് ഫസ്റ്റ്? അതെനിക്കിപ്പോൾ നല്ലൊരു ഓർമ്മയുണ്ട്. കാരണം ആദ്യം ഞാനൊക്കെ ഇങ്ങനെ ഒരു വരുമാനം കിട്ടി, അവന്മാർ പറയും ഞാൻ ഒരു ദിവസം നല്ലൊരു വരുമാനം വാങ്ങിക്കുന്നൊക്കെ പറയും. ഉമ്മ പറയും നീ ആദ്യം മാസം ഒരു 2000 രൂപ വാങ്ങിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കടബാധ്യത ആക്കി വെച്ച് അപ്പം എനിക്കൊരു വിശ്വാസം വരുന്നില്ല. കാരണം ആ സമയത്തൊക്കെ എന്നോട് പറയുന്നതായിരുന്നു ഉമ്മ. ഉമ്മാന്നൊക്കെ അല്ല, എന്നെ കൂടെ പഠിപ്പിച്ച ആൾക്കാരും എന്നെ അറിയുന്ന എല്ലാവരും എന്നോട് പറയും പിന്നെ നീ എന്തായാലും ഒരു PSC എഴുത്, അത് എഴുതിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു ജോബൊക്കെ കിട്ടും, അപ്പോൾ അത് ചെയ്താൽ പോലെ ഇനി എന്തിനും ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അവന്മാർ പറയുന്നുണ്ട് ഇതൊരു തുറക്കാതെ ഞാൻ എന്തായാലും ഒരു എൻ്റെ ഒരു സ്വപ്നമുണ്ട് അതിലേക്ക് ഞാൻ എത്തുമെന്ന് പറയുമ്പോൾ ഉമ്മ വിശ്വസിച്ചില്ല. അങ്ങനെ ആ സമയത്ത് എൻ്റെ ഉമ്മാൻ്റെയും ബാങ്ക് ആദ്യ സമയത്ത് രണ്ടാളും ബാങ്ക് ജോയിൻറ്റ് ബാങ്കായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മാർ പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു വരുമാനം വന്നിട്ടുണ്ട്, ഏകദേശം 1 ലക്ഷം രൂപ വരുമാനം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ 1 ലക്ഷം രൂപ വരുമാനം വന്നിട്ടുണ്ട്,
ഉമ്മ വിശ്വസിക്കുന്നേ ഇല്ല. അന്നെ നീ കുറവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കലും ഞാൻ വരില്ല, എല്ലാവരും പോയി ഞാൻ വഷളാവും. അങ്ങനെ ഒരുവിധം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഓട്ടോയിൽ കയറ്റിയിട്ട് ഞാൻ ഉമ്മാനെ ആ ഒരു ബാങ്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു മുഹൂർത്തമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓട്ടോയിൽ ഇരിക്കുന്ന ഉമ്മനെ ഞാനിങ്ങനെ എന്തൊക്കെയോ കുറേ പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഉമ്മ വരുന്ന സമയത്ത് ആ 1,00,000 രൂപ കൊണ്ട് ഉമ്മ വരുന്നൊരു കാഴ്ചയുണ്ടല്ലോ, അതിപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. ഉമ്മാന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ആ സമയത്ത്? അതിന് ഉമ്മ ഇതുവരെ പറഞ്ഞതൊക്കെ പിന്നെ അവരെ മടക്കി വെച്ച് ഇമോഷണലായി. കാരണം വെച്ചാൽ മോനിൽ നിന്നൊരു വരുമാനം അതെ. ഉമ്മ ഇപ്പം പല സന്ദർഭങ്ങളിലും ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരി, നിങ്ങൾക്കറിയാം, ഇപ്പം കണ്ടിട്ടുണ്ടാവല്ലോ, ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പം ഉമ്മ ആളുകൾ പറയുന്ന നെഗറ്റീവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരാളാണ്. അപ്പോൾ തന്നെ ഉമ്മ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ മോനെ കൊണ്ട് ഞാൻ കുറേ രാജ്യങ്ങൾ കണ്ട്. ഉമ്മ ഒരു രാജ്യം മാത്രമേ എൻ്റെ കൂടെ കണ്ടിട്ടുള്ളൂ, എന്നാലും ഉമ്മ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഉമ്മ ഒരു പ്രൗഡായിട്ട് ഉമ്മ പറയും, ഞാൻ എൻ്റെ മോനെപ്പറ്റിയാണ് കൂടുതൽ സ്ഥലങ്ങൾ കണ്ടത്. ഉമ്മ ആ രീതിയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. തൻഷാനെ സംബന്ധിച്ചിട്ട് ഉമ്മാനെയും കൊണ്ട് ഒരുപാട് നാടുകളിലോട്ടേക്ക് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പം തൻഷാനുള്ള ഒരു ഫീലിങ്സ് എന്താ ഉമ്മാനെയും കൊണ്ട് പോയ സമയത്ത്? കാരണം എൻ്റെ ഉമ്മ എനക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞ ഒരാളാണ്. കാരണം എനിക്ക് എൻ്റെ ഏകദേശം ഒരു 6 കിലോമീറ്റർ ഏറ്റവും ചുരുങ്ങിയത് എടുത്ത് നടന്ന് വലിയ കുന്നൊക്കെ കയറിയിട്ടാണ് എന്നെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ആ സമയത്ത് സ്കൂളിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഉമ്മ വരുന്ന പ്രയാസവും പിന്നീട് ഒരു 2-3 പ്രാവശ്യം തന്നെ വന്ന് നോക്കുകയൊക്കെ ചെയ്യണം. ആ സമയത്ത് പഠിക്കുന്ന സ്ഥലത്തൊന്നും ഈ ടീച്ചേഴ്സൊന്നും എടുക്കാൻ തയ്യാറല്ല. കാരണം ആ സമയത്ത് അങ്ങനെയാണല്ലോ, തുടക്ക സമയം ഇങ്ങനെയുള്ള കുട്ടികളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ പഠിക്കാവുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, വീയോ ഇരിക്കുമോ എന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടായി. പക്ഷെ അതൊക്കെ മറികടന്ന് ഉമ്മ ആരെയും വാക്കൊന്നും കേൾക്കാണ്ട് എന്നെ പഠിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാൽ പെട്ടെന്ന് എൻ്റെ കൈകാലുകളും നിവരൂല. കുറേ സമയം ഇങ്ങനെ ആ പെയിന്, അപ്പോൾ അത് ഞാൻ രാത്രി ഞാൻ ശരിക്കും അനുഭവിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്ന ഈ പെയിന് കാണുമ്പോൾ ഉമ്മ എന്നോട് പറയും, എന്തിനാ മോനെ നീ ഇതിനൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ കരയുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു കണ്ടേ. അപ്പോൾ ആ ഉമ്മാൻ്റെ ആ വേദനകളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ആ ഉമ്മാക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് വളരെയധികം പ്രൗഡ് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോഷ്യൽ മീഡിയയിൽ തൻഷാന്റെ വീഡിയോ ആദ്യം വേറൊരാളാണ് പങ്കുവെച്ചതെന്ന് പറഞ്ഞു, പിന്നീട് തൻഷാൻ തന്നെ പങ്കുവെക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്ത സമയത്ത് വീട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ആദ്യത്തെ ആ വീഡിയോ എൻ്റെ ഒരു ജെഫ്രി സാം എന്നൊരു ഒരു യൂട്യൂബറാണ് അത് ചെയ്തത്. അപ്പോൾ അത് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആകെ 1 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് എൻ്റെ അവസ്ഥയും ഞാനിങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ അതിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതൊരു ഏകദേശം ഒരു 1 മിനിറ്റോളം ആളുകൾ കണ്ടു. അപ്പോൾ ആളുകൾ കണ്ടപ്പോൾ എല്ലാവരും നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും അന്ന് തള്ളി പറഞ്ഞവരൊക്കെ പിന്നീട് ചേർത്ത് പിടിക്കാൻ. ഇപ്പോ പുറത്തോട്ടേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിമിഷത്തിലോട്ടേക്ക് തൻഷാൻ എത്തിയപ്പോൾ, കാരണം നമ്മളെ ഈ ഒരു ചുറ്റുവട്ടത്ത് നമ്മളെ ഈ വീട്ടിൽ കുടുംബക്കാരുടെ ഇടയിൽ ഈ ഒരു നാട്ടുകാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങിയിരുന്ന തൻഷാന് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു അച്ചീവ്മെന്റ് തൻഷാന്റെ ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? എനിക്ക് ഇപ്പോൾ ഒരു 4 ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും പേടിയുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഇപ്പോൾ ഞാനൊരു 10,000 ആൾക്കാരുള്ള വേദിയിൽ ഒരു സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ അതേപോലെ ഇപ്പോൾ പണ്ട് ചെറിയൊരു ഇരുത്തത്തിന് പോലും പേടിയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള എനിക്കുമ്പോൾ പറയും, എനിക്കൊരു ചെറിയൊരു പാറ്റ വന്നാൽ തന്നെ നീ പേടിക്കും. അങ്ങനെ സത്യമാണ്, ഞാനങ്ങനെ പേടിച്ചിട്ടുണ്ട്. ആരെങ്കിലും അരിയത്ത് വരുന്ന സമയത്ത് എൻ്റെ കൈകാലുകൾ വിയർക്കും. ഇതൊക്കെ പേടിക്കുന്ന ആൾ പല കുന്നും മലയും താണ്ടി ഏകദേശം എൻ്റെ മാത്രം കഴിവല്ല, എൻ്റെ കൂടെയുള്ള ആളുകളുടെ കഴിവും അവരോടുള്ള എനിക്കുള്ള വിശ്വാസവും അവർക്ക് എന്നോടുള്ള വിശ്വാസമൊക്കെ കൂടിയിട്ട് ആ രീതിയിൽ വലിയ 4 മണിക്കൂറോളം യാത്ര ചെയ്ത് വലിയ കുന്നൊക്കെ കയറിയിട്ടുള്ള കണ്ടു. അതെ, ആ രീതിയിലൊക്കെ വലിയ ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് സുഹൃത്തുക്കളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? പഠിക്കുന്ന സമയത്തുള്ള സുഹൃത്തുക്കൾ തന്നെയാണോ ഇപ്പോഴും കൂടെ ഉള്ളത്? അല്ലല്ല, ഞാൻ സുഹൃത്തുക്കൾ കുറേ ഇല്ല
ഒരു അങ്ങനെ ഞാൻ ചെയ്യാറില്ല. എനിക്കുള്ള ഒരു 3-4 സുഹൃത്തുക്കൾ അവരൊപ്പം എൻ്റെ കൂടെ ഉണ്ടാവും. ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളാണ്. അവരാണ് യാത്രകളൊക്കെ കൊണ്ടുപോകാൻ കൂടുതൽ അതെ അതെ, ഉണ്ടാവുന്നത്. കൂടെ നിൽക്കും. ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു 3-4 പേരുണ്ട്. തൻഷാൻ ഇപ്പോൾ ഏറ്റവും വലിയൊരു യാത്ര എന്ന് പറയുന്നത്, ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിലും തൻഷാൻ്റെ ഒരു ആഗ്രഹ സഫലീകരണം എന്ന് പറയുന്നത് ഉംറക്ക് പോയതായിരുന്നു. അതെ. ആ ഒരു യാത്രാനുഭവത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? എനിക്കതിപ്പോൾ ഒരു സ്വപ്നം കണ്ട പോലെയാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു. അതിലുപരി ഉമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അവിടുന്നൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും ഈ ഗ്രൂപ്പിൽ പോയതുകൊണ്ട് തന്നെ അവരോടൊപ്പം എത്തണം എനിക്ക് എല്ലാ സ്ഥലത്തും. അപ്പോൾ സഫ, മർവ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയതും എല്ലാ സ്ഥലത്തും ഞാനും അവരോടൊപ്പം എത്തിയപ്പോഴെന്നൊക്കെ വേണ്ടി ഞാൻ ആദ്യത്തെ ദിവസം മാത്രമായിരുന്നു എനിക്കൊരു ചെറിയൊരു പ്രയാസം ഉണ്ടായത്. ചെറിയ പനിയൊക്കെ വന്നിട്ട് ആകെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കൂടെ പടച്ചോനുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ശക്തിയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ എല്ലാം നല്ല രീതിയിൽ അനുഭവിക്കാനും അതേപോലെ ആ ഒരു കബാലെ മുത്താനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായി. തൻഷാനെ ഞാൻ കണ്ടിടത്തോളം വെച്ചിട്ട് വലിയൊരു വിശ്വാസിയാണ്. എടുത്തു പറയുകയാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസിയാണ്. പക്ഷെ നമ്മളെ ഈ ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ട് നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ ഈ റൂമിനുള്ളിൽ തന്നെ ആവുന്ന സമയത്ത് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ എന്തുകൊണ്ട് പടച്ചോൻ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊരു തോന്നൽ എപ്പോഴേലും വന്നിട്ടുണ്ടോ? പടച്ചോൻ എൻ്റെ ഒരു ബുദ്ധി, ഒരു പഠനം എന്നുള്ള സമയത്ത് എന്നോട് മാത്രം എന്താ പടച്ചോൻ ഇങ്ങനെ ചെറിയ കുട്ടിക്കാലത്തൊക്കെ എല്ലാ കുട്ടികളും അപ്പുറം പോയി കളിക്കുന്ന സമയത്ത് ഞാൻ ആ ജനലുള്ളിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുന്ന ഒരു സമയമുള്ളപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്ത് പടച്ചോൻ എന്നോട് മാത്രം ഇങ്ങനെ ഉമ്മാനൊക്കെ പരാതി വരും, ഉമ്മ എന്തെന്ന് എന്നോട് മാത്രം ഇങ്ങനെ എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പഠിക്കാനും കാലങ്ങൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് എനിക്ക് 100% പറയാൻ പറ്റും അതൊക്കെ ഒരു പരീക്ഷണം മാത്രമാണ്. നമുക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പൊറോട്ട അടിച്ച് നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഒരു പൊറോട്ടക്ക് പോലും നല്ലൊരു പൊറോട്ടയായിട്ട് തിന്നണമെങ്കിൽ അതിനൊന്ന് അടിക്കണം. അതൊന്ന് നല്ല രീതിയിൽ അടിച്ചാൽ മാത്രമേ അവർ നല്ലൊരു പൊറോട്ടയായി മാറത്തുള്ളൂ. അതുപോലെ ആ ഒരു രീതിയിലാണ് തൻഷൻ ലൈഫിനെ കാണുന്നത്. എല്ലാവരും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് അല്ലേ? ഈ ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റും എന്ന് തൻഷാന് എപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയത്? എനിക്കും പുറത്തോട്ടേക്ക് പോകാൻ പറ്റും. ആരാണ് ഫസ്റ്റ് തൻഷാന് പുറത്തോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ ആദ്യത്തെ ബിസിനസ് ട്രെയിനിങ്ങും പ്രോഗ്രാമുകളിലും ഒരു 10 ആൾ കൂടുന്ന മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ആ മീറ്റിങ്ങിനും പ്രോഗ്രാമിനും ഒക്കെ പഠിക്കണമല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഞാൻ അധികം ട്രെയിനിങ്ങും പ്രോഗ്രാമും കേൾക്കാൻ പോകും. അപ്പം അങ്ങനെ പോയിട്ടാണ് അതാണ് ആദ്യത്തെ യാത്ര തുടങ്ങുന്നത്. പിന്നീട് അത്യാവശ്യം എല്ലായിടത്തും പിന്നെ പോയി തുടങ്ങി. ഈ ഉംറ ചെയ്യാൻ വേണ്ടി പോയ യാത്രയിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടുന്ന് ഞാനിങ്ങനെ അവിടുന്ന് മദീന നോക്കി നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ കുറച്ച് ദൂരെയായിട്ട് ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അയാൾ കസേര വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ആ കസേര വെച്ച് നിസ്കരിക്കുന്ന ആൾ പെട്ടെന്ന് കസേര അങ്ങനെ താഴെ വീണ്. അപ്പോൾ ആ താഴെ വീണ കസേര അയാൾ വീണിട്ടും എന്തായാലും നല്ലൊരു പരിക്കുണ്ടാവും. പക്ഷെ ആ വീഴലും പ്രയാസമൊന്നും അയാളെ ബാധിച്ചിരുന്നില്ല. പക്ഷെ കൂടിയിരിക്കുന്ന പലരെയും അത് ബാധിച്ച്. എല്ലാവരും പിടിക്കാൻ നോക്കുമ്പോൾ അയാൾ അവിടുന്ന് കൂളായിട്ട് ആ വീണെടുത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നത്. അയാൾ അള്ളയുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതെന്നെ ഭയങ്കര അതാണ് മറക്കാനാവാത്തൊരു അനുഭവം. ഇൻഫ്ലുവൻസർ ആയ സമയത്ത് ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റങ്ങൾ അത് ഏത് തരത്തിലാണ് ഇപ്പം പോകുന്നത്? ഇപ്പം അത്യാവശ്യം ചെറിയ രീതിയിൽ തിരക്കുകൾ വരാൻ തുടങ്ങി, എൻക്വയറീസ് വരാൻ തുടങ്ങി, ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും? ഒരുപാട് നെഗറ്റീവ് എന്തായാലും നമുക്ക് പറയാമല്ലോ, മാങ്ങയുള്ള കല്ലിലെ ഏറുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയാൻ കുറച്ച് ആളുകൾ എന്തായാലും ഉണ്ടാവില്ല. അതിനകത്ത് ഏറ്റവും സങ്കടപ്പെടുത്തി എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കക്കൂസിൽ പോലും പോകാൻ വയ്യാത്ത എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥയെ തൻഷാന്റെ ഒരു കാഴ്ചപ്പാടിലൂടെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ ആ ഒരു ചിന്തയാണ്. ആ ആൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ചില സമയം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവാം.
നമ്മളെ ഒരു ഉയർച്ച കാണുന്ന സമയത്ത് ഉണ്ടാകുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവര് നമ്മളെ അറിയുന്നവരായിരിക്കോ, എന്താ തോന്നുന്നത്? അറിയുന്ന ആളുകളൊക്കെ ഉമ്മാനോട് എന്തൊക്കെയോ ആ സമയത്ത് പറഞ്ഞതായിട്ടുണ്ട്, നെഗറ്റീവായിട്ട് പറഞ്ഞ ആളുകളുണ്ട്. പറഞ്ഞ ആളുകൾ, അറിയുന്ന ആളുകളും നെഗറ്റീവായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർ പൊരുത്തം ചോദിച്ചതുമാണ്. ഉമ്മാനോട് എന്തെങ്കിലും തൻഷാനെ കുറിച്ച് നെഗറ്റീവായി പറഞ്ഞിട്ട് ഉമ്മ വളരെയധികം സങ്കടം വന്നിട്ട് തൻഷാന്റെ അടുത്തോട്ട് വന്ന് സംസാരിച്ച ഏതെങ്കിലും നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട്. ഞാൻ പുറത്ത് എൻ്റെ പെങ്ങളെ കല്യാണം വേണമെന്ന് പറഞ്ഞ ഉമ്മ ഒരാൾ പറയുന്ന സമയത്ത്, ഇപ്പം കല്യാണത്തിന് ഡിസ്കഷൻ നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉമ്മ ഒരാൾ ഇങ്ങനെ, എനിക്കിങ്ങനെ സുഖമില്ലാത്തൊരു മോനുണ്ടാകുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ്, എൻ്റെ പെങ്ങൾക്ക് എങ്ങനെയാണ് ഒരാൾ വരുവാന്നൊക്കെ രീതിയിലൊരു സംഭാഷണം വന്നിട്ട് ഉമ്മ ഇങ്ങനെ കരയുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതന്നെ. അത് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണോ ആ സംസാരം? നമ്മളെ വേദനിപ്പിക്കുന്നവരിൽ കൂടെ നിൽക്കുന്ന, എന്താ പറയുക, നമ്മളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് അങ്ങനെയുള്ളവരാണോ കൂടുതൽ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത്? സോഷ്യൽ മീഡിയ അത് ഉമ്മാനെ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഉമ്മ കാണാറുണ്ടോ നമ്മളെ ഈ നെഗറ്റീവ് പറയുന്നത്? ഉമ്മ കേൾക്കും. ഞാൻ അതിന് മറുപടിയൊക്കെ കൊടുക്കുന്നത് ഉമ്മ കേൾക്കുന്നത്. ഉമ്മ എന്താണ് അപ്പൊ തൻഷാനോട് പറയാറുള്ളത്? ഉമ്മ എന്നൊരു സ്നേഹത്തോടെ പറയും. ഉമ്മ പറയും, അവനൊന്നല്ലല്ലോ നിന്നെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നത്, ഞാനല്ലേ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടല്ലേ, ഇതുപോലെ അംഗവൈകല്യമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഒരു ടീം തന്നെ ഉണ്ടാവും. അവരിൽ നിന്നും വ്യത്യസ്തരായിട്ട് തൻഷാൻ ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് ഉയരങ്ങളിൽ തന്നെ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പം അത് ആ ഒരു ഇതിനകത്തോട്ടേക്ക് എത്താൻ വേണ്ടി അത് തൻഷാൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെ ആയിരുന്നില്ലേ ഈ ഒരു ലെവലിലോട്ടേക്ക് എത്താന്ന് പറയുന്നത്? അപ്പം ഇപ്പോഴും നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് തൻഷാൻ എന്താ പറയാനുള്ളത്? ഇപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ 100%. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് 100% ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഞാൻ ഇക്കാര്യത്തിലൊക്കെ വരാനുള്ള കാരണം എനിക്ക് മാത്രമായിട്ടല്ല. കാരണം എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്ക് എന്നെ കാണുമ്പോൾ എനിക്കെന്തൊക്കെ നേടുന്നുണ്ട് എന്നുള്ളത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നെപ്പോലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ശാരീരിക പരിമിതിയുള്ള ആളുകൾ മാത്രമല്ല. പരിമിതി എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് മനസ്സിന് കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളും ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങളെ വോയിസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കുട്ടികളൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളും ഡിസേബിൾഡ് അല്ലാത്ത ആളുകളും ചെയ്യാൻ വേണ്ടി തുടങ്ങി. തൻഷാന്റെ മോട്ടിവേഷണൽ സ്പീക്ക് കേട്ടിട്ട് ആരെങ്കിലും നേരിട്ട് കാണാനൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇന്നൊരു മിന്നാന്ന് പോലും വന്നിട്ടുണ്ട് ഒരാൾ. അപ്പൊ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് എന്താണ്? നമ്മളെയും തേടി ഒരുപാട് ദൂരത്ത് നിന്ന് ആളുകൾ എത്തുന്ന സമയത്ത്? അള്ളാഹുവിന് നന്ദി, അത്രയും പറയാൻ. അവർക്ക് ഇപ്പം എന്താ പറയുക, ഈ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ടും തൻഷാന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ, പ്രത്യേകിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കേട്ടിട്ടുള്ളത്, നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഇത് തൻഷാൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് പഠിച്ചതാണോ, അതല്ലെങ്കിൽ വായനകളിലൂടെ കിട്ടുന്നതാണോ? വായന ആദ്യം കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും വന്ന മുതൽ വായിക്കാനൊരു ഗ്യാപ്പും സമയമൊന്നും കിട്ടുന്നില്ല. മടിയെന്ന് പറയണം. അപ്പം പിന്നെ ഭൂരിഭാഗവും ഒരു 90% ജീവിതത്തിൽ നിന്ന് തന്നെ കിട്ടിയത് തന്നെയാണ്. പറയുന്ന വാക്കുകളൊക്കെ ജീവിതത്തിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അതെ അല്ലേ. അതുപോലെ തൻഷാൻ ഉംറയ്ക്ക് പോയ സമയത്ത് ഉമ്മയും കൂട്ടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അവിടെ എത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ദുആ എന്തായിരുന്നു? എന്നോട് ഉമ്മയൊക്കെ പറയുന്ന നടക്കാൻ വേണ്ടി ദുആ ചെയ്ത് നിൽക്കായിരുന്നു. പക്ഷേ ഞാൻ ദുആ ചെയ്തത് ആ സമയത്ത് പിന്നെ നമുക്ക് ഈമാൻ കിട്ടി മരിക്കുവാന്നുള്ള അങ്ങനെയുള്ള ദുആകളൊക്കെ ആയിരുന്നു. അതായിരുന്നു. ഉമ്മാക്ക് വേണ്ടിയിട്ട് തൻഷാൻ ഒരു ദുആ ചെയ്യാണ് പടച്ചവനോട്. അപ്പൊ പടച്ചവനോട് എന്തായിരിക്കും ഫസ്റ്റ് ചോദിക്കുക? ഇക്കാലത്താണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന എൻ്റെ ഉമ്മയാണ്.
അപ്പം എൻ്റെ ഉമ്മാൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കും ആദ്യം ദുആ ചെയ്യും. ആരോഗ്യത്തിനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് തൻഷാന് ഭക്ഷണം വാരി തരുന്നതും അതെ അതെ തൻഷാന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഉമ്മയാണ്. അതെ അപ്പൊ ഉമ്മക്ക് ഒരു പെട്ടെന്നൊരു സുഖം ഇല്ലാണ്ട് വന്നത് നമുക്ക് നോർമലി ഇപ്പൊ മനുഷ്യന്മാർക്ക് പനി കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ ആ സമയങ്ങളിൽ അത് ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ആരാണ് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ളത്? ഉമ്മാൻ്റെ അനിയത്തി ആള് വരും. ആള് വന്നിട്ടാണ് ഉമ്മ വീണതൊക്കെ കൈക്ക് സുഖമില്ലാണ്ടായ സമയത്തൊക്കെ ആള് വന്നിട്ടാണ് ആ എല്ലാ സമയത്ത് ഒരു കാര്യങ്ങളും യാത്രയൊക്കെ ചെയ്യുന്നത്. പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അതെ അതെ ആ അതെ റിസോർട്ടിലെങ്ങാനും അതെ അതെ പോയിട്ട്. അതെ അങ്ങനെയുള്ള കൊളാപ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ? അത്യാവശ്യം ഞാൻ എല്ലതും അങ്ങനെ ചെയ്യാറില്ല, എന്നാലും നോക്കിയിട്ടേ ചെയ്യാറ്. പറ്റുന്നതൊക്കെ ചെയ്യും. ആ സമയത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, പക്ഷെ അതെന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയ ഏതെങ്കിലും കാര്യമുണ്ടോ? എനിക്കിപ്പം വിഷമമൊന്നുമില്ല. ഈ ലോകത്ത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം കല്യാണം, മാരേജ് നമുക്ക് നിർബന്ധം. പക്ഷേ അപ്പോൾ എൻ്റെ ഒരു ശാരീരിക പരിമിതി വെച്ചിട്ട് ഞാൻ കല്യാണം എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോൾ വീട്ടിലെല്ലാം പറയുന്നുണ്ട്, നമുക്ക് അന്വേഷിക്കാം. ഞാൻ എന്തായാലും അന്വേഷിച്ചൊന്നും വേണ്ട. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ആണിനെ പെണ്ണാണ് സെലക്ട് ചെയ്യാനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ രീതിയിലായതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നമുക്ക് ആരോഗ്യം കൂടി വേണം അല്ലേ. അപ്പം ആ ആരോഗ്യം ഇല്ല എന്നുള്ള ചെറിയൊരു വിഷമം എന്നല്ല, അങ്ങനെ അത് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ പോലും കല്യാണം കഴിക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് വിഷമം ഉണ്ടാകും. അപ്പം സ്വയം ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനകത്ത് വിഷമം ഉണ്ടാകുന്നതിലും തെറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് ഒരു കല്യാണത്തിലോട്ടേക്ക് പോകുന്നില്ല? നമുക്കിപ്പം ഇതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം മൊത്തത്തിൽ തൻഷാനെ പോലെ എന്നല്ല, തൻഷാനൊരു കൂട്ടാവുന്ന ഒരാൾ വരുന്നതിൻ്റെ അകത്ത് സന്തോഷം തന്നെയല്ലേ? സന്തോഷം അതാ പറഞ്ഞത്. നമ്മള് അത് ആ സമയത്ത് എന്താ നോക്കാം. ഇപ്പം ഏജ് എത്രയായി തൻഷാൻ? ഏജ് 32. 32 ആയി. അപ്പൊ കല്യാണ പ്രായമൊക്കെ ആയല്ലോ, നമുക്ക് ഇനി അങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ നോക്കാലോ. ഇപ്പൊ വീട്ടുകാർ പറയുമ്പോൾ ഉമ്മ ഇപ്പം പറയാൻ തുടങ്ങി, ഇപ്പൊ ഉമ്മ അടുത്താണ് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ, കല്യാണത്തിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ തുടങ്ങിയത്. അതെനിക്കും പ്രായം തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അന്നേരം ഇപ്പൊ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് പോലെ ഇപ്പോഴാണ്. തൻഷാൻ ഇതിനിടയിൽ ഒരു തവണ മരണത്തെ മുഖാമുഖം കണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ എവിടെയോ. അപ്പം അതെന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ഞാൻ പിന്നെ എൻ്റെ ഒരു അനിയൻ്റെ ഒരു നിക്കാഹിൻ്റെ ടൈം എനിക്ക് പെട്ടെന്ന് കഫക്കെട്ടിൽ വന്ന് ന്യൂമോണിയ ബാധിച്ച്, അങ്ങനെ പെട്ടെന്ന് വെന്റിലേറ്ററിലായി. ആ സമയത്ത് പിന്നെ ഏകദേശം 5 ദിവസം എനിക്ക് ബോധവുമില്ല. പെട്ടെന്ന് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ, കോഴിക്കോടിലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ 5 ദിവസം വെന്റിലേറ്ററിലായി. ആ സമയത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ പോയി എന്നൊക്കെ ഉമ്മ ഏകദേശം പോയി എന്നൊക്കെ തീരുമാനമായതാണ്. അപ്പം പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്ക് ഓക്സിജൻ കഴിക്കണം എന്നുള്ള രീതിയിലേക്ക് വന്ന്. കാരണം എൻ്റെ ഓക്സിജൻ അല്ല ഞാൻ എടുക്കുന്നത്. അപ്പം വീട്ടുകാർ പറഞ്ഞ് ഇതിങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതെപ്പോൾ ഇങ്ങനെ വെക്കേണ്ടി വരും. അപ്പോൾ അവനിക്ക് ഈ ലോകത്ത് തിരിച്ചു വരുന്നുള്ള ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട്, അതിനൊക്കെ അനുസരിച്ചായിരിക്കും മുന്നോട്ട് വരിക എന്നുള്ള രീതിയിൽ കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം സൈക്കോളജിസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്, അവരെന്നോട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. ഇങ്ങനെ കഴിക്കാൻ പോവുകയാണ്, അപ്പോൾ എങ്ങനെ പ്രതീക്ഷ വേണം ഈ ലോകത്ത് കഴിക്കാൻ പോവാന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ കണ്ണൂർ ലാംഗ്വേജ് പറയുമ്പോഴാണ് അത് പറയുന്നത്. ഓക്സിജൻ മാസ്ക് മാറ്റാൻ വേണ്ടി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അത് മാറ്റുന്ന സമയത്ത് എനിക്ക് ഈ ലോകത്ത് എത്രത്തോളം പ്രതീക്ഷയുണ്ട്, അതിനനുസരിച്ചായിരിക്കും ഇത് മുന്നോട്ട് ജീവിക്കുക. അപ്പോൾ നല്ലൊരു പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് എൻ്റെ ഇത് മാറ്റുന്നുണ്ടായിരുന്നു. അത് മാറ്റുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് എൻ്റെ സൗണ്ടൊന്നുമില്ല. ഏകദേശം 1 മണിക്കൂർ എനിക്ക് സൗണ്ടില്ല. ശ്വാസം കിട്ടി തുടങ്ങി ചെറിയ രീതിയിൽ, പക്ഷെ സൗണ്ടില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമമായത് എനിക്ക് ആകെ സംസാരിക്കാനൊരു കഴിവാകുള്ളൂ, അതും കൂടി നഷ്ടപ്പെട്ടോ എന്ന് ഒരു പേടിച്ച് മുഹൂർത്തമായിരുന്നു അത്. പിന്നീട് ഒന്നാമത്തെ അനുഭവം കൊണ്ട് റിക്കവറായി വന്നു. ഇപ്പം കുഴപ്പമില്ലാണ്ട് നല്ല ആരോഗ്യസ്ഥിതിയിലാണ് പോകുന്നത്. പക്ഷെ ഇപ്പോഴും വേദനകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷന് തൻഷാൻ ഉണ്ടാവാറുണ്ടോ? കുറേ സമയം ഇരിക്കുമ്പോഴൊക്കെ ഒരു ഭാഗത്ത് തന്നെ ചാരി ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, വേദനയുണ്ടാവും. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണോ? അല്ലെങ്കിൽ അല്ല, അതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു തുടങ്ങിയെന്നുള്ളതാണ്.
തൻഷാന്റെ ഉമ്മ എന്നൊരു വ്യക്തി ഞാൻ കണ്ടെടുത്തോളം വളരെ സഹനശക്തിയുള്ള ഒരാള്. ആദ്യത്തെ കുഞ്ഞിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പം ഉമ്മാനെ കുറിച്ചിട്ട് പറയുമ്പോൾ തൻഷാന് പെട്ടെന്ന് മനസ്സിലോട്ടേക്ക് വരുന്ന ഒരു കാര്യം എന്താ? ഉമ്മാക്ക് തന്നെ നേരത്തെ പറഞ്ഞ ക്ഷമ, ഭയങ്കര ക്ഷമയാന്ന് തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിലും. തൻഷാൻ ദേഷ്യം വരുന്ന ഒരാളാണോ? ഓ, അപ്പൊ നമുക്ക് സ്നേഹമുള്ള ആൾക്കാണ് നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുക. നമ്മൾ കൂടുതലും നമ്മുടെ ഉമ്മാന്റെ അടുത്താണ്. അതെ അതെ അതെ. ഇപ്പൊ ശരീരത്തിന് ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് തൻഷാൻ ഉമ്മയാണ് നോക്കുന്നത്. അപ്പൊ ഉമ്മയുടെ ഒരു പ്രാർത്ഥന, അതിന്റെ ഫലം എത്രത്തോളം ഉണ്ടെന്നാണ് തൻഷാൻ വിചാരിക്കുന്നത്? ഉമ്മാന്റെ ഞാൻ തുടക്ക സമയത്ത് എന്നെ മാത്രമല്ല എൻ്റെ ഉപ്പാന്റെ കൂടെ ജീവിക്കുന്ന സമയത്തെ പിന്നെ ആളെ ബിസിനസ്സൊക്കെ തകർന്നു പോയ ഒരു സമയം ഉണ്ടായിരുന്നു ഉപ്പാന്റെ ബിസിനസ്. അപ്പോൾ ആ സമയത്തൊക്കെ ഉമ്മ ഇങ്ങനെ കുറേ പ്രയാസപ്പെട്ടിട്ടാണ് അതിൻ്റെ കൂടെയാണ് ഞാനും കൂടി വരുന്നത്. അപ്പോൾ എല്ലാം കൂടി പിന്നെ അത്രയും ഒരു ത്യാഗം സഹിച്ച ഒരാളാണ് എൻ്റെ ഉമ്മ. ഇപ്പോൾ ആളെ ഇപ്പം നമ്മൾ പറയുന്ന ഇസ്ലാമിൽ തന്നെ ഒരു തിയറി ഉണ്ടല്ലോ, നല്ലോണം സഹിച്ച ആളുകൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് ആ ദുആക്ക് ഉത്തരം ഉണ്ടാവുന്നത്. ചിലപ്പോൾ അതൊക്കെ എത്തിക്കൊണ്ടായിരിക്കും ഞാൻ ഈ മാറ്റങ്ങളിലോട്ടേക്ക് എത്തിയിട്ടുണ്ടാവാം. ഇപ്പൊ തൻഷാൻ തുടങ്ങിയ ബിസിനസ്സിനകത്തും ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനെങ്ങനെയാണെന്ന് ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്? ആദ്യം ഇപ്പോൾ ഓവർകം ചെയ്ത് വന്നിട്ടിപ്പോൾ ഒരു വർഷം അങ്ങനെ ആവുന്നേ ഉള്ളൂ. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ മാറി വന്നു തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഒരു കാറ് വാങ്ങിച്ചു, സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിച്ചു. ഈ കാണുന്ന റൂമും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാം ഞാനായിട്ട് ചെയ്ത ക്യാഷ് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഫസ്റ്റ് നമുക്ക് ആ ഒരു രീതിക്ക് ഒരു നെഗറ്റീവ് വന്ന സമയത്ത് പെട്ടെന്ന് പകച്ചു പോയോ, അല്ലെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ട് നേരിട്ട് എങ്ങനെയാണ്? ആദ്യത്തെ ഫസ്റ്റ് കമന്റ് കാണുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ഒരാളാണ് ആദ്യത്തെ ഒരു ഫേസ്ബുക്കിലൊരു കമന്റ് കാണുന്നത്. അതെന്താ കമന്റ് ഇട്ടേന്ന് ഓർക്കുന്നുണ്ടോ? അത് തുറന്നു പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതൊരാളായാലും ഒരു മാപ്പ് പറഞ്ഞ അല്ല, ആളുടെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ അയാൾ എന്തെന്നാണ് പിന്നെ എന്താണ് പൊയ്ത്ത് നാറിയെ ചാവൂ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ട്. അപ്പൊ അതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്, ഒരു ഹിന്ദിക്കാരനാണ്. ആ ഹിന്ദിക്കാരനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ആ പോസ്റ്റ് ഡിലീറ്റ് ഒക്കെ ആക്കി. പിന്നീട് അത് സൂര്യൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഇതിനകത്ത് തൻഷാനെ പറയേണ്ട ഒരു കാര്യമില്ല. ഞാനൊരു തമ്മിലൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. അത് പെട്ടെന്ന് കണ്ടപ്പോ പകച്ചു പോയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് അങ്ങനെയുള്ള കമന്റുകൾ വരുന്ന സമയത്ത് മറുപടി കൊടുക്കാൻ തുടങ്ങി. കാരണം എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് എന്നെ പോലെ സഹിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ, മാനസികമായിട്ട് വലിയ ബലമില്ലാത്ത ആളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പം അതിന് ആൻസറും കൊടുക്കാൻ തുടങ്ങിയത്. തൻഷാനെ പോലെ തൻഷാന്റെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ തൻഷാന്റെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഒക്കെ കേട്ടിട്ട് ഇതുപോലെ ഈ ഒരു അംഗവൈകല്യമുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ആരെങ്കിലും നല്ലൊരു നിലയിലോട്ടേക്ക് എത്തിയ ആൾക്കാരെങ്കിലും ഉണ്ടോ? ഒരുപാട് ആളുകളുണ്ട്. എനിക്കറിയുന്ന 2-3 ആളുകളുണ്ട്. അവരേത് രീതിയിലോട്ടേക്കാണ് ഇപ്പൊ? ഒരാള് ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒരാള് പിന്നെ എന്താ പറയാ അക്ഷയ സെന്റർ പോലെ ട്യൂഷൻ സെന്റർ ഒക്കെ തുടങ്ങിയ ആളുണ്ട്. അക്ഷയ സെന്റർ പോലെ തുടങ്ങിയ ആളുകളുണ്ട്. ഇപ്പം തൻഷാൻ എപ്പോഴും വീഡിയോസിലൊന്നും ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ട് അല്ലെങ്കിൽ കരഞ്ഞിട്ടൊന്നും കണ്ടിട്ടില്ല. തൻഷാൻ ഇങ്ങനെ പുറത്ത് ചിരിച്ചു നിൽക്കുന്ന സമയത്തും ഒറ്റപ്പെടുന്ന സമയത്ത് ഉള്ളില് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ടോ? ആദ്യകാലത്ത് ഒറ്റപ്പെട്ട ഒരു സമയം തന്നെയായിരുന്നു ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാത്തിനോടും ഒരു പൊരുത്തപ്പെട്ട് തുടങ്ങിയെന്നുള്ളതാണ്. ആദ്യം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വരെ നോക്കിയൊരു സമയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി വാങ്ങിച്ചു തന്നൊരു ലാപ്ടോപ്പ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് സ്വന്തമായിട്ട് ആത്മഹത്യയെങ്കിലും ചെയ്യാൻ പറ്റും. എന്നെപ്പോലെ സ്വന്തമായിട്ട് ആത്മഹത്യ പോലും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ചിലപ്പോൾ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. പാടില്ല. പക്ഷെ ആ സമയത്ത് അങ്ങനെ പോലും ചിന്തിച്ചിട്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒരു പക്ഷെ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇത്രയും സ്ഥാനത്ത് എത്തിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം അന്നത്തെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അതെ, അതാണ് ഞാൻ പറഞ്ഞ പഠിച്ചവൻ വലിയനാണെന്ന് പറയാൻ കാരണം. നമുക്ക് എന്തെങ്കിലും ഒരു മോശം അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ
അത് നമ്മുടെ പരീക്ഷണമാണ് അതൊക്കെ. നമ്മളെല്ലാവരും ഭയങ്കര ബോൾഡാണ്, സ്ട്രോങ് ആണ് എന്നൊക്കെ പറയും. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ പറയും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരുപാട് കരയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം. അങ്ങനെ തൻഷാൻ ഒരുപാട് കരയേണ്ടി വന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ആദ്യം ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ എൻ്റെ ബാത്റൂം എന്ന് പറയുന്നത് ഈ കാണുന്ന വീടല്ല, അത് ചെറിയൊരു വീടാണ്. അപ്പോൾ ആ ഒരു ഓടിട്ട വീടാണ്. അപ്പോൾ ആ സമയത്ത് ഉള്ളിൽ ബാത്റൂം ഇല്ല. അപ്പം ഉള്ളിലെ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് എൻ്റെ ഉമ്മ ഇങ്ങനെ എടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ആ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ന്യൂഡായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പുതച്ച തുണിയോ മറ്റോ നീങ്ങിയ സമയത്ത് ഇങ്ങനെ ഉള്ളിൽ ആളും ഉണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം എനിക്കൊരു ചെറിയൊരു വയസ്സുണ്ട് ആ സമയത്ത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അച്ഛൻ വന്നു. അതിന് അവസ്ഥ ആലോചിച്ചു. അതേപോലെ തന്നെ പിന്നെ കുറേ ആലോചിച്ച് കരഞ്ഞൊരു വേദനയെക്കാളും കൂടുതൽ ആലോചിച്ച് കരഞ്ഞ ഒരു സമയമുണ്ട്. അതായത് ഇങ്ങനെ ഒരു കല്യാണത്തിനോ മറ്റോ പോയ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ സമയത്ത് പെങ്ങളെന്തോ ഫോണിലോ മറ്റോ സംസാരിക്കുക, എന്തോ മുകളിലുണ്ട്, ഞാൻ വിളിച്ചിട്ടുമില്ല അങ്ങനെ. അപ്പം വന്ന സമയത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ശരീരം മൊത്തം ഉറുമ്പ് കയറി, ഉറുമ്പ് കയറി എന്താ പറയുക, തുളച്ചെടുക്കാന്ന്. ഞാൻ അത്രയും വേദന സഹിച്ചു. അപ്പോൾ ആ വേദന സഹിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ വേദന കൊണ്ടല്ല, പിന്നീട് എന്താ പറയുക, ഇങ്ങനെ അത്രയും പ്രയാസം സഹിക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് സങ്കടം വന്നിട്ടുണ്ട് ജീവിതത്തിൽ. ആ സമയത്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ വിഷമം തോന്നുന്ന സമയത്ത് പടച്ചവനോട് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യന്മാരങ്ങനെ ചിന്തിച്ചു പോകും എന്നുള്ളതാണ്. അങ്ങനെ തൻഷാന് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? തുടക്കകാലത്തിൽ 100% അങ്ങനെ തോന്നി. പിന്നെ ഇത് ഒറ്റ കാര്യമല്ല, ഇതിപ്പോൾ നമുക്ക് ഈ കാലം അത്രയേ ഉള്ളൂ. ഇത് കൂടിപ്പോയാൽ 100 വയസ്സിന് മുകളിലൊന്നും ജീവിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രയാസങ്ങൾ തരുന്നത് എന്തായാലും മരണപ്പെട്ട നല്ലൊരു വിശ്വാസം. ഇതുവരെ ജീവിതത്തിൽ തൻഷാന് ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ഞാനിവിടെ കുറേ ട്രോഫികളും പുരസ്കാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ നേടിയതിനകത്ത് ഏറ്റവും അഭിമാനം തോന്നിയൊരു നേട്ടം എന്തായിരുന്നു? അത് WCC എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് പോകാനൊക്കെ സാധിച്ചു. ഇൻഫ്ലുവൻസേഴ്സ് പ്രോഗ്രാമായിരുന്നു, അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ ഒന്നിനെ മാത്രം അങ്ങനെ പ്രൗഡായിട്ടില്ല, എനിക്കെല്ലാം വിലപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് ഇനി എന്ത് വില കൊടുത്തും ഞാൻ എല്ലാം നേടിയെടുക്കും എന്നൊരു കോൺഫിഡൻസ് വന്ന്. കാരണം അത്രയും പരീക്ഷണം ഞാൻ സഹിച്ചു. ഇനി അങ്ങോട്ടുള്ളത് എന്താ പറയുക, ഇനിയിപ്പം അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴത്തേനും തൻഷാൻ ഏത് ലെവലിലോട്ടേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഒന്നാമത്തെ കാര്യം എൻ്റെ ഉമ്മ എന്തായാലും ഇപ്പോൾ പ്രായമായി. ഞാൻ ഉമ്മയെ ആദ്യം മരിക്കാമെന്നറിയില്ല. ഞാൻ ബാക്കി ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഒരു കാരണവശാലും ആ മരിക്കുന്ന സമയത്ത് എൻ്റെ മകന് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. എൻ്റെ ഉമ്മ അങ്ങനെ മരിക്കാൻ പാടില്ല ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പണമായാലും എന്തൊക്കെ അതിന് വേണം അതൊക്കെ ഞാൻ നേടിയെടുക്കും ഇൻഷാ അല്ലാഹ്. ഈ പണമാണോ മനുഷ്യരുടെ ഒരു സ്നേഹമാണോ തൻഷാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷം തരുന്നത്? പണവും വേണം, സ്നേഹവും വേണം. പണത്തിന് പ്രാധാന്യമുണ്ട് മനുഷ്യ ജീവിതത്തിൽ, വളരെയധികം പ്രാധാന്യമുണ്ടല്ലേ? പണം എല്ലാത്തിനും പ്രാധാന്യം, പൈസക്കും പ്രാധാന്യമുണ്ട്, പണത്തിനും പ്രാധാന്യമുണ്ട്, ആരോഗ്യത്തിനും പ്രാധാന്യമുണ്ട്. കാരണം ഒന്നും അമിതമായാലും പാടില്ല. അമിതമായാലും പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ ഒരു മീന് കടലിൽ നിന്ന് കുറേ വെള്ളം ഉണ്ടല്ലോ മീന് കുടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് ഫുള്ളും കുടിക്കുക, അത് മിതമായിട്ടേ കുടിക്കുള്ളൂ. അപ്പോൾ അത് അധികം കുടിച്ചാലോ അതും മരണപ്പെടുന്ന രീതിയിലേക്ക് മാറും. അത്രയേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട്, അത്ര ചിന്തിച്ചാൽ മതി. അതെ. തൻഷാന്റെ ജീവിതം ഒറ്റ വാക്കിലൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? പരിമിതി ഇല്ലാത്ത ഒരു വസ്തു ഈ ലോകത്തില്ല. എല്ലാ സ്ഥലത്തും പറയുന്നത് തന്നെയാണ്. പറക്കുന്ന ഹെലികോപ്റ്റർ പോലും പരിമിതിയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് തൻഷാനും പരിമിതിയുണ്ട്. ആ പരിമിതി വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പരിമിതി ഇല്ലാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ, ഹുവൽ കവിയു, അവൻ മാത്രമാണ് ശക്തൻ. അത് പഠിച്ചവന് മാത്രമാണ് ഒന്നും പരിമിതി ഒന്നും ഇല്ലാത്ത ഒരാൾ. അപ്പോൾ എല്ലാവർക്കും പരിമിതി ഉണ്ട്. ആ പരിമിതി വെച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു.
മുന്നോട്ട് പോകുന്നു. ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ കാര്യങ്ങൾ മാറ്റി വെക്കാം. പൂർണ്ണ ആരോഗ്യവാനായ ആൾ പോലും എനിക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മരണത്തിലോട്ടേക്ക് പോലും പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് പോലും സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് തൻഷാന്റെ ജീവിതം വെച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും കൊടുക്കുക? പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതായാലും പിന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എല്ലാവരും കടന്നു വരും. പക്ഷേ ഞാൻ എൻ്റെ വാക്കൊന്നുമല്ല, ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്നില്ലേ, എല്ലാം ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. അത് സന്തോഷമായാലും ശരി, സങ്കടമായാലും ശരി, അത് ആ ഒരു സമയം മാത്രമാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലോട്ടേക്ക് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് തൻഷാൻ തന്നെയാണോ വീഡിയോസ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് എല്ലാം കഥാസംവിധാനം എല്ലാം ഞാൻ തന്നെ, എഡിറ്റിംഗ് ഒക്കെ തൻഷാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നൊന്നും തൻഷാന് ഇതില്ല. ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ടേക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകുന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം സത്യത്തിൽ എവിടെ നിന്നാണ് കിട്ടിയത്? ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ടാണോ, എങ്ങനെയാണ്? എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കിട്ടിയത്. ആദ്യം ചെയ്ത് തുടങ്ങുന്നല്ലോ, നമുക്ക് ഇപ്പം നമുക്കൊരു പാട്ട് പാടാൻ പറ്റാത്ത ഒരാൾ പാടിയിട്ടാണ് അത് പാട്ട് പാടാൻ പഠിക്കുന്നത്. അതേപോലെ ഏതൊരു കാര്യമായാലും ആദ്യം ചെയ്തു തുടങ്ങാന്നുള്ളതാണ്. അപ്പോൾ അതിന് എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. അപ്പോൾ അവിടെ വിജയപരാജയങ്ങളൊക്കെ ഉണ്ടാവും, കുറേ കാര്യങ്ങൾ സഹിക്കേണ്ടി വരും. ആ രീതിയിൽ പാട്ടിനെ കുറിച്ച് പറഞ്ഞ സമയത്താണ് എനിക്ക് ഓർമ്മ, തൻഷാൻ അത്യാവശ്യം നന്നായിട്ട് പാടിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 വരി പാട്ട് പാടാൻ പറഞ്ഞാല് ഏതായിരിക്കും ഇപ്പൊ പാടുക? പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി എന്നിലെ പ്രകാശമില്ലിനി. അത്യാവശ്യം നന്നായിട്ട് പാട്ട് കേൾക്കുന്ന ഒരാളും കൂടിയാണെന്ന് തോന്നുന്നല്ലേ. തൻഷാന്റെ ജീവിതത്തിൽ വായിച്ചതിൽ വെച്ചിട്ട് മുമ്പേ വായിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്? എനിക്ക് യു ക്യാൻ വിൻ. അതിനെ കുറിച്ചിട്ട് അത് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ചോദിക്കുകയാണെങ്കിൽ? അതിൽ പോസിറ്റീവായ ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ട്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള. ഇപ്പം നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് ഒക്കെ കാണാം അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പം സ്കൂളുകളിലൊക്കെ തൻഷാനെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളുടെ മുമ്പിലോട്ടേക്ക് പോയിട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത്, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രിപ്പയർഡ് ആയിട്ടാണോ പോവുക? അല്ല, ഒരിക്കലും ഇല്ല. ഞാൻ എല്ലാത്തിനും എനിക്ക് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത് പറയും. പ്രിപ്പറേഷൻ ഇല്ല. അപ്പോഴെന്താണ് അത്രത്തോളം ഒരു കോൺഫിഡൻസ് ആയി വന്നിട്ടുണ്ടല്ലേ ആൾക്കാരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തൻഷാന്റെ വീഡിയോസിനകത്ത് ഏറ്റവും വൈറലായ വീഡിയോ ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന്, ഞാൻ എൻ്റെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കും, പിന്നെ എന്നെ ഇങ്ങനെ കുറേ വീഡിയോ ഇപ്പം ഉണ്ട്. അങ്ങനെ അത് ഈ അടുത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറൊരാളെടുത്ത വീഡിയോ. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്, തൻഷാൻ ഷൂട്ട് ചെയ്തിട്ട് തൻഷാൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ട വീഡിയോനകത്ത് വൈറലായ ഒരു വീഡിയോ. ഞാൻ പോസിറ്റീവ് തോട്ട്സ് പറയുന്ന ഒരു വീഡിയോ ആണ് വൈറലായിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ആൾക്കാർ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിനകത്ത് കൂടുതൽ മോട്ടിവേഷൻ ആയ ഒരു എന്താ പറയുക, ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ചാറ്റ് ഏതാണെന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? അതെ, ഒരു കുട്ടി സ്റ്റേജിൽ കയറാൻ പോകുന്ന സമയത്ത് പിറ്റേ ദിവസം വിളിച്ച് ഞാനിങ്ങനെ ഒരു അഞ്ജലി എന്നായിട്ട് ആ കുട്ടീൻ്റെ പേരും തോന്നുന്നു ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ആ കുട്ടി ഞാനിങ്ങനെ നാളെ പ്രോഗ്രാമുണ്ട് MC ചെയ്യാനോ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരാമോ എന്ന് ചോദിച്ചു. അതിനുശേഷം ഞാനൊരു കാര്യം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അപ്പോൾ പിറ്റേ ദിവസം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തു, ഏട്ടൻ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തു, അപ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്തു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഏട്ടാ ഒരുപാട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നല്ലേ. അനിയൻ ചെയ്യുന്ന കാര്യങ്ങൾ, തൻഷാൻ ഒരു അനിയനുണ്ടല്ലോ, അപ്പൊ അനിയൻ ചെറിയ സമയങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് തൻഷാന് വിഷമം ഉണ്ടായിട്ടുണ്ട്? ജനലിനോട് വിഷമം ഉണ്ടായിട്ടുണ്ട്, സങ്കടം ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഞാൻ ഇപ്പം എല്ലാം പോസിറ്റീവായിട്ട് എടുക്കല്. കാരണം ആദ്യം അവനെ എന്താ പറയുക, ഈ റേഷൻ പിടിയിലാക്കും, ഉമ്മ എന്നോട് പറയില്ലല്ലോ. പക്ഷേങ്കിൽ ശരിക്കും ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ആ സമയത്ത് എനിക്ക് സങ്കടമാണ്. എന്തെന്നാ അവനെ മാത്രമേ ഇങ്ങനെ
വേഷം കൂടി ആയിരിക്കും. പക്ഷെ അവന് അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ്. പുറത്തോട്ട് നമുക്ക് പോകാനൊക്കെ പോകാനല്ല എനിക്കൊരു മര്യാദക്ക് സുഖം. എനിക്കൊരു സിനിമ കാണാം, എനിക്ക് സിനിമ ഒന്നും കാണാൻ പറ്റില്ല. തൻഷാൻ ഇപ്പൊ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ? ഞാൻ അന്ന് കിടക്കുന്ന സമയത്ത് കുറേ സമയം ഒരു 2 മണിക്കൂർ കിടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒരാൾ എന്നെ തിരിച്ച് കിടത്തണം. അപ്പോൾ അത് എന്നെ അണിയിച്ചിരിക്കണം, പിന്നെ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകണം. അങ്ങനെ പ്രഭാത കാര്യങ്ങൾ ചെയ്തു തരണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്, ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്. പക്ഷെ അതിനെല്ലാം തൻഷാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അല്ലേ? കാരണം വെച്ചാൽ ഇപ്പം നമ്മൾക്ക് പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തു തരും, നമുക്ക് ആജ്ഞാപിച്ചാൽ മതി എന്നുള്ള രീതിക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ അതിനെ ഇപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെയായി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മുമ്പോട്ടേക്ക് അതിനെ പോസിറ്റീവായിട്ട് കാണാം. ഇത് ഈ ഒരു രീതിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അടിപൊളി സ്മൂത്ത് ആയിട്ട് പോകൂലേ? അപ്പൊ ഒരു എന്താ പറയാ എല്ലാം നെഗറ്റീവായിട്ട് കാണുന്ന ഞാൻ പറയുകയാണെങ്കിൽ എന്നെ പോലത്തെ ആൾക്കാർക്ക് തൻഷാന്റെ രീതിയിൽ ഒരു ഉപദേശം ഒന്ന് തരാൻ വേണ്ടി പറ്റുമോ? ഇപ്പോ പറ്റിയ കാര്യങ്ങൾ ചിലത് നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. ചിലത് നമുക്ക് തിരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ പിന്നെ അവിടെ വേദനിച്ചിരുന്ന് കരഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്ന എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം വന്ന് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാണ്. ആയതാണ്, ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് മാത്രമേ ചിന്തിച്ച കാര്യമുള്ളൂ. ഞാനിപ്പം ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇപ്പം നമ്മളൊരു പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നത് നമ്മുടെ കുറ്റമല്ല, പക്ഷെ പാവപ്പെട്ടവനായിട്ട് മരിക്കുന്നത് നമ്മുടെ മാത്രം കുറ്റമാണ്. അതുപോലെ ഇപ്പം തൻഷാൻ ഇങ്ങനെ ജീവിക്കുന്ന അല്ലെ തൻഷാനെ പോലെ പരിമിതികളിൽ ജനിച്ചു വീഴുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റല്ല. പക്ഷെ അത് എൻ്റെ പരിമിതിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാത്രം തെറ്റാണല്ലേ? അതിപ്പം അത് നമ്മുടെ മാത്രം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലോട്ടേക്ക് തൻഷാൻ വളർന്നു കഴിഞ്ഞു. ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാള് എത്തുന്നതിനേക്കാൾ ഉയരങ്ങളിലോട്ടേക്ക് തൻഷാൻ എത്തിയിട്ടുണ്ട് അല്ലെ? അത് ഓർക്കുമ്പോ എന്താ തോന്നുന്നത്? ഇപ്പോ സന്തോഷം തോന്നുന്നു. ഇത്ര നേരം നമ്മള് ഒരുപാട് നീട്ടി വലിച്ചിട്ടുള്ള ആൻസറുകളാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് പെട്ടെന്നൊരു 2 സെക്കൻഡിൽ ആൻസർ വരുന്ന രീതിക്ക് എനിക്ക് ആൻസർ തരണം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചോട്ടെ? പറ്റുമോ നോക്കാം. തൻഷാൻ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എപ്പോഴാ? തർക്കിക്കുമ്പോ തൻഷാനോട് തർക്കിക്കുന്ന സമയത്ത്. ദിവസത്തിൽ എത്ര പ്രാവശ്യം കണ്ണാടി നോക്കും? നോക്കാറില്ല. ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞത് ആരോടാ? ഉമ്മാനോട്. എന്തായിരുന്ന കള്ളം? കള്ളം പറഞ്ഞത്? അതെന്തോ ഒരു പൈസയുടെ എന്തോ ഒരു കഥ. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു പ്രൊഫൈൽ ഏതാ? ഇൻസ്റ്റാഗ്രാം എന്റേത്. ഏറ്റവും കൂടുതൽ സ്വന്തം പ്രൊഫൈൽ നമ്മളൊക്കെ സ്റ്റോറി ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ തന്നെ ഒരുപാട് കാണുന്ന പോലെ അല്ലേ? ഉമ്മയുടെ കയ്യിൽ നിന്ന് ഏറ്റവും അവസാനം കിട്ടിയ ചീത്ത എന്തിനായിരുന്നു? ചീത്തയാ? ചീത്തൊന്നും കിട്ടിയില്ല. ഇപ്പൊ അടുത്തൊന്നും ചീത്ത കിട്ടിയിട്ടില്ല. ഉമ്മ ചീത്ത പറയോ? ദേഷ്യമൊക്കെ വരും ഉമ്മക്ക്? അത് ചില സമയത്ത് ഞാൻ പോയി ലേറ്റ് ആയിട്ട് ഒറ്റക്ക് പോയി വരുമ്പോ. ഒറ്റയ്ക്ക് പുറത്തോട്ടേക്ക് പോവാറുണ്ടോ? അങ്ങനെ അധികം അന്നിപ്പോ എനിക്ക് വേണ്ടാന്ന് പറയാൻ തുടങ്ങിയുമ്പോ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്തിനാ? ഇരുട്ട് അങ്ങനെയുള്ളതിനും പേടിയാ. എന്തിനാ പേടി? അങ്ങനെയുള്ള അധിക സാധനത്തിനും പേടിയാ. എല്ലാത്തിനും പേടിയാണ്. പിന്നെ ഒരു കണ്ണൂരുകാരൻ എന്നുള്ള രീതിക്ക് ഞാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? നമുക്കും ഇപ്പം മന്തി. ഏതാ? അധികം മന്തി, ബിരിയാണി അങ്ങനെ കഴിക്കുക. ഉമ്മ ഉണ്ടാക്കുന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? സാധാ ചോറും കറിയും. ഇപ്പം തൻഷാനോട് ഞാനൊരു 3 ഓപ്ഷൻ വെച്ചിട്ട് ചോദിക്കുകയാണേ. പണം, പ്രശസ്തി, സുന്ദരിയായ ഒരു പെണ്ണ്, ഇതിനകത്ത് ഏതായിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യുക? ഇപ്പം പണം മതി. പണം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നേടിയെടുക്കാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫോൺ എടുക്കാതെ വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? പുസ്തകം വായിക്കും. ഇപ്പം നിലവിൽ തൻഷാന്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടാവും? കൃത്യമായിട്ട് പറയണം കേട്ടോ. ഇപ്പം അക്കൗണ്ടിൽ ഒരു 12 സംതിങ് ഉണ്ടാവും. തൻഷാൻ ഒരു മൃഗമാക്കാന് അടുത്ത ജന്മത്തിൽ ഒരു മൃഗമാക്കുന്നത് കരുത്. അപ്പൊ ഏത് മൃഗമാവാനാണ്? ശലഭം. കാരണം ഒരുപാട് പാറി നടക്കാൻ ഇഷ്ടമാണ്. നമ്മുടെ സമൂഹം ഈ അംഗപരിമിതിയുള്ള ആൾക്കാരെ ഒരു പ്രത്യേക തരം തുറിച്ചു നോട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തപ്പെടലൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു തുറിച്ചു നോട്ടങ്ങൾ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ തൻഷാൻ നേരിടുന്നുണ്ടാവുമല്ലോ. ഇപ്പം ഏത് രീതിയിലുള്ള നോട്ടാൻ തിരിച്ചറിയാൻ കഴിയാണ്ടായി.
ആളുകൾ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിക്കാണ് അങ്ങനെ ആൾക്കാർ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാം നമുക്കിപ്പോൾ ആ രീതിയിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ ആളുകൾ വന്ന് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് മാറ്റം വരാൻ തുടങ്ങി. എന്നാലും കുറേ ആളുകൾ ഇന്നും അതിനൊരു ആ രീതിയിൽ നോക്കുന്ന ആളുകളുണ്ട്. പെട്ടെന്നൊരു ദിവസം തൻഷാൻ ഒറ്റപ്പെട്ടു പോകുന്നു, ഉമ്മയൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് തൻഷാനെ ചേർത്ത് പിടിക്കുമെന്ന് അത്രയധികം ഉറപ്പുള്ളൊരു വ്യക്തി ആരാണ് ജീവിതത്തിൽ? ഉപ്പയുണ്ട്, നമ്മുടെ ഉമ്മാൻ്റെ അനിയത്തിയുണ്ട്, അനിയന്മാരുണ്ട്, കുറച്ച് അനിയത്തിമാരും അനിയന്മാരിലുണ്ട്. ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം തൻഷാന്റെ ചുറ്റുമുണ്ടല്ലേ? അതിന് ശരിക്കും നമ്മൾ അൽഹംദുലില്ലാ പറയണം. കാരണം മാറ്റി നിർത്തപ്പെടാതെ അവര് ചേർത്ത് പിടിച്ച് ആരുമില്ലെങ്കിൽ പഠിച്ചവനുണ്ട്. തൻഷാന്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത്രയും നേരം സംസാരിച്ച സമയം പോയതുപോലും സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു രീതിയിലോട്ടേക്ക് അവർ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തൻഷാനെ ഇനി വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ കൂടുതലായിട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം നല്ലതായി വരട്ടെ. എല്ലാവരെയും ഇവർ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻഷാന്റെ ജീവിതത്തിലൂടെ പഠിച്ച ഏറ്റവും വലിയൊരു ലെസണും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ഏറ്റവും ജീവിതത്തിൽ പഠിച്ചൊരു പാഠം? മനുഷ്യന്മാർക്ക് എത്താൻ പറ്റാത്ത ഒരു കാര്യമില്ല. 1953 തോന്നുന്നു എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ ഒരാൾ. അപ്പോൾ ഒരാൾ കീഴടക്കി തുടങ്ങിയ സമയത്ത് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ് എവറസ്റ്റ്. ഒരാൾ സാധിച്ച സമയത്ത് പിന്നീട് പല ആളുകളും പിന്നെ അതിനുശേഷം തന്നെ ഒരു വർഷം കൊണ്ട് 5000 ആളുകൾ എവറസ്റ്റ് കീഴടക്കിയെന്നാണ് പറയുന്നത്. അപ്പം ഒരിക്കൽ തെളിയിച്ചാൽ മതി ഒരു സംഭവം. അപ്പോൾ അത് ഒരിക്കൽ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ മാറ്റപ്പെടുന്ന പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റും എല്ലാ കാര്യങ്ങളും, നല്ലതായ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. തൻഷാന്റെ വീഡിയോനകത്ത് എപ്പോഴും പറയുന്ന പോലെ എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ദിവസം നമ്മളോടുമായിട്ട് ഇത്രയധികം പോസിറ്റീവ് കാര്യങ്ങൾ പങ്കുവെച്ച് ഒരുപാട് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ സ്വന്തം തൻഷാൻ കണ്ണൂരാണ്. തൻഷാൻ്റെ ഐഡിയ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ തൻഷാൻ അടിക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി നെയിമും കൂടിയാണല്ലോ അല്ലേ തൻഷാൻ്റെ പേര്. അപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കിട്ടും. പേജൊക്കെ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു അൺഹെർഡ് സ്റ്റോറിയുമായി പുതിയൊരു അതിഥിയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലോട്ടേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു തൻഷാൻ. താങ്ക് യു.